ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ആറ്റം പണിയിട്ടിരിക്കുകയാണ്. സംഭവം ഇന്ന് ഞങ്ങൾ ചെന്നൈ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ മധുരയ്ക്ക് ഇപ്പുറമായിട്ട് രാജപാളയം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ട് വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി. നമ്മുടെ വണ്ടി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സുമായിട്ടാണ് തട്ടിയത്. അങ്ങനെ വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. എന്തോ അത്ഭുതകരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വണ്ടിയുടെ ബാക്ക് ഭാഗം ഫുള്ളും തകർന്നു. നമ്മുടെ വണ്ടിയുടെ ഫുൾ ബാക്ക് പോയി. അതുപോലെ തന്നെ ബസ്സിൻ്റെയും ഫ്രണ്ട് ഭാഗം മൊത്തം പോയി. ഫ്രണ്ട് ഗ്ലാസ് ഫുള്ള് പൊട്ടി. സൈഡും അതുപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റ് ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ നമ്മൾ രാജപാലം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു പ്രലോഭനം ഉണ്ടായത് ആക്ച്വലി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു സെക്കൻഡ് വണ്ടിയായിരുന്നു എൻ്റെ എടുത്തത്. അപ്പോൾ ഈ വണ്ടി എടുത്തപ്പം എൻ്റെ പേരിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, RC ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ RC മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളായിരുന്നു, ഇൻഷുർ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. പുത്തൻ ഇൻഷുറൻസ് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമുക്ക് അവരെടുത്ത് തരുമായിരുന്നു, പുതിയ ഇൻഷുറൻസ്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ RC ചേഞ്ച് ചെയ്ത് നമുക്ക് വന്നു. പക്ഷേ ഞാൻ ഈ ഇൻഷുർ ആ പഴയ ഓണറുടെ പേരിൽ തന്നെ എടുക്കുമായിരുന്നു. അത് കാരണം നമുക്ക് ഇൻഷുർ കിട്ടത്തില്ല. അപ്പം നമ്മൾ തന്നെ ക്ലെയിം ഒന്നും കിട്ടത്തില്ല. നമ്മൾ തന്നെ ഫുൾ പണി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഒരു മെസ്സേജ് ഇതിൽ കൂടെ തരികയാണ്. അപ്പം ആരെങ്കിലും സെക്കൻഡ് വാഹനങ്ങളൊക്കെ എടുക്കുന്നവർ കൃത്യമായിട്ടൊന്ന് സൂക്ഷിക്കുക. RCയിൽ മാത്രം പേര് മാറ്റേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് വാഹനം, ഏത് വാഹനം ആയിക്കോട്ടെ, നമ്മൾ സെക്കൻഡ് വാങ്ങുമ്പം എപ്പോഴും നമ്മുടെ പേരിലും ഇൻഷുറൻസും കൂടെ നമ്മുടെ പേരിലാക്കണം. അപ്പോൾ എനിക്കെന്തായാലും പണി കിട്ടി. ഇനി ഒരാൾക്ക് ഇങ്ങനൊരു പണി കിട്ടാതിരിക്കട്ടെ. അത് കാരണം ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഓക്കെ.